ഇപ്പോൾ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ്. സർവകലാശാലകളുടെ സ്വയംഭരണത്തെ തകർത്തുകൊണ്ട് അവർ അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു. കേരളത്തിൽ ഇത്രയും കാലം വന്ന ഗവർണർമാരിൽ ഗവർണറുടെ നോമിനിയായി അയക്കുന്നത് ചീഫ് സെക്രട്ടറിമാരെയാണ്. സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും അതുപോലെ UGC മറ്റ് വൈസ് ചാൻസലർ നിയമനത്തിലേക്കും ഒക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം. ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ കാലുകുത്തുന്നത് വരെ ഇവിടെ വന്ന എല്ലാ ഗവർണർമാരും ഗവർണറുടെ പ്രതിനിധിയായി സർവകലാശാലകളിലേക്ക് അയക്കുന്നത് ചീഫ് സെക്രട്ടറിമാരെയാണ്. അതായത് സംസ്ഥാനത്ത് CPMന്റെ ഭരണമുള്ളപ്പോഴും അല്ലാത്തപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിക്ക് സർവകലാശാലകൾ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അതിന്റെ ദുരന്ത ഫലം? ഇന്ന് ചില മാധ്യമങ്ങളടക്കം മാധ്യമപ്രവർത്തകർ വളരെ മോശമായ വാക്കുകളിൽ ഗവർണറെ വിമർശിക്കുന്നത് കണ്ടു. ഇതേ മാധ്യമങ്ങൾ തന്നെയല്ലേ ഈ വൈസ് ചാൻസലർമാരെ നിയമിക്കുമ്പോൾ യോഗ്യതയില്ലാത്ത ആളുകളെ നിയമിച്ചതിന്റെ പേരിൽ വാർത്തകൾ കൊടുത്തത്? പ്രൊഫസർമാരെയും അസിസ്റ്റന്റ് പ്രൊഫസർമാരെയും അധ്യാപകരെയും രജിസ്ട്രാർമാരെയും VCമാരെയും ഒക്കെ നിയമിക്കുന്നതിൽ പാർട്ടി ഓഫീസിൽ നിന്നുള്ള നിയന്ത്രണം, അവിടുത്തെ കത്തുമായിട്ട് വന്ന് അവരെയൊക്കെ നിയമിക്കുന്നതിനെതിരായിട്ട് നമ്മൾ വാർത്ത കൊടുത്തത്? രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധുക്കളെ അനധികൃതമായി സർവകലാശാലകളിൽ തിരികെ കയറ്റുന്നത് നാം കണ്ടതല്ലേ, നമ്മളെല്ലാവരും വാർത്തയാക്കിയതല്ലേ? അതെല്ലാം അവസാനിക്കാൻ പോകുന്നു. AKG സെന്ററിൽ നിന്നുള്ള ഭരണം കേരളത്തിലെ സർവകലാശാലകളിൽ അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എന്തായാലും